ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്യുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പോ ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ലെവൽ 2 എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്നിപ്പോ നമ്മള് 3-ാമത്തെ അധ്യായം തുടങ്ങായി, കർമ്മയോഗം എന്നുള്ള. ഇപ്പൊ സാഖ്യബുദ്ധിയിലൂടെ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്ത് വെക്കുക എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു അല്ലെ. സ്വധർമാനുഷ്ഠാനങ്ങള് കർമ്മയോഗമായിട്ട് ചെയ്യുന്ന ആ കർമ്മയോഗ രഹസ്യം, ഒരു സൂത്രവാക്യം, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നുള്ള ആ ധന്യമായ ശ്ലോകം നമ്മൾ കണ്ടു അല്ലേ. അതൊക്കെ ഈ ഭഗവത്ഗീതയുടെ രത്നങ്ങളാ ആ ശ്ലോകങ്ങളൊക്കെ. അതിൽ കർമ്മം ചെയ്യാനേ അർജുന നിനക്ക് അധികാരമുള്ളൂ, ഫലത്തിന് നിനക്ക് ഫലം ആഗ്രഹിക്കാൻ നിനക്ക് അധികാരമില്ല, ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തോളാം, അത്രേ വേണ്ടൂ. ഫലമൊക്കെ ഭഗവാനാ നമുക്ക് നൽകുന്നത് അല്ലേ. ഇപ്പോ ചോദിക്കുന്നുണ്ട് അർജുനനോട്, ശൂരനായ നിനക്ക് എങ്ങനെയാണ് ഈ ക്ലീബത്വം വന്നത് അല്ലെ, ഈ എന്താ പറയാ നപുംസകം പോലെ നീ എന്തുകൊണ്ട് വർത്തിക്കുന്നു എന്ന് ചോദിക്കുകയാണ്. എന്റെ ഗുരുജനങ്ങളെ എങ്ങനെ വധിക്കും എന്നാണ് അതിനുള്ള മറുപടി അർജുനൻ നൽകിയത് അല്ലെ. പിന്നീട് ചോദിച്ചു, എനിക്ക് എന്താണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞു തരൂ എന്ന് ശിഷ്യന്റെ ഭാവം സ്വീകരിച്ചിട്ട് അർജുനൻ അല്ലെ ജീവിതത്തെക്കുറിച്ചും പ്രപഞ്ച സത്യത്തെക്കുറിച്ചുമെല്ലാം ഭഗവാനപ്പോ ഉപദേശങ്ങള് നൽകുകയാണ് അല്ലെ. ജഗദ്ഗുരുവായിട്ടുള്ള കൃഷ്ണൻ. ഇപ്പോ ഗഹനമായിട്ടുള്ള ആത്മതത്വമാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ ലോകം എന്ന് പറയണത് ഒരു സ്വപ്നം പോലെയാണ്. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, അത് തന്നെയല്ലേ നമ്മുടെ ഉള്ളിലുള്ളത്. ആ ചൈതന്യം പോയാല് സത്തുപോയി അല്ലെ, പിന്നെ ജഡം മാത്രം. അപ്പൊ ആത്മാവിനെ ആർക്കും കൊല്ലാനാവില്ല. ആത്മാവിന്റെ അസ്തിത്വം എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു അല്ലെ. പഴയ വസ്ത്രം മാറുന്നത് പോലെ പ്രാരബ്ധ കർമ്മം തീരുന്നതിനനുസരിച്ച് ഈ സ്ഥൂല ശരീരം ഉപേക്ഷിക്കുകയാണ്, അതിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നമ്മൾക്ക് ഒന്നും ഒരു ചോയ്സ് ഓപ്ഷൻ ഇല്ല അല്ലെ. ഇന്നയാളുടെ വീട്ടിൽ ജനിക്കണം എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് അല്ലെ. എപ്പോഴും മരിക്കണം, അതും നമ്മളല്ല തീരുമാനിക്കുന്നത് അല്ലെ. ജന്മ മൃത്യു ജര വ്യാധി ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിനാൽ ഈ ജീവിതവും അല്ലെ അപരിഹാര്യമായതാണ്. ഇവിടെ വരുന്ന ജന്മ മൃത്യു ജര വ്യാധികള് ഒക്കെ, താപത്രയങ്ങള് എല്ലാം നമ്മൾ ഇങ്ങനെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെ. ഇപ്പോ അർജുനന്റെ കൈകൊണ്ട് ആ ഗുരുജനങ്ങളൊക്കെ മരിക്കാനിടയായാൽ പാപം ഉണ്ടാവില്ലേ എന്നായിരുന്നു അർജുനന്റെ വിലാപം. അപ്പോ
നിന്റെ സ്വധർമ്മം യുദ്ധം ചെയ്യലാണ് അർജുന. നീ ക്ഷത്രിയനാണ്. നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഭീരുത്വം. അങ്ങനെ ചെയ്താലാണ് നിനക്ക് നരകവാസം വേണ്ടി വരിക എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഇനി പോകാം നമുക്ക്. കർമ്മയോഗം, കർമ്മത്തിന്റെ രഹസ്യം ചെറുതായിട്ട് ഭഗവാൻ 2-ാം അധ്യായത്തിലൂടെ തന്നെ വെളിപ്പെടുത്തി തന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ട് പോവാണ്. 3-ാം അധ്യായത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ 1-ാമത്തെ ശ്ലോകം അർജുനൻ തന്നെയാണ് പറയുന്നത്. അർജുന ഉവാച ജായസി ചേത് കർമ്മണസ്തേ മദാ ബുദ്ധിർജനാർദ്ദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, ഹേ ജനാർദ്ദന, അല്ലയോ കേശവ, ഫലകാംക്ഷയോടെ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് കരുതുന്നുവെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ ക്രൂരമായ ഈ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഫലകാംക്ഷയോടെ കർമ്മങ്ങൾ ചെയ്യരുത്, അതിനേക്കാളും ബുദ്ധി ഭഗവാനിൽ ഉറപ്പിക്കുക, അല്ലെ, കൃഷ്ണാവബോധത്തില് എല്ലാ കർമ്മം ചെയ്യുക എന്നാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഘോരേ കർമ്മണി എന്നാ പറഞ്ഞത്. ഈ ക്രൂരമായ യുദ്ധത്തിന് അങ്ങ് എന്തിനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിക്കാണ്. അപ്പോ കർമ്മവാസന തീർന്നിട്ടില്ലാത്ത നമ്മെ പോലെയുള്ളവർക്കായിട്ട് കർമ്മയോഗത്തെ പറയാണ് ഭഗവാൻ. എന്താ പറയണ, കർമ്മ രഹസ്യാണ്. കർമ്മം ചെയ്യ, ഫലം ഭഗവാനാണ് നൽകുന്നത് എന്ന് പറഞ്ഞു. ആത്മാവിനെ കുറിച്ച് വിശദമായി വിവരിച്ചു കൊടുത്തു. ചിത്തവൃത്തി കുറയണം, അല്ലെ, നമ്മളുടെ ചിത്തം ഭഗവാനിൽ ഉറപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ ഈശ്വരനെ അനുഭവിച്ചറിയാൻ സാധിക്കുക. യോഗബുദ്ധിയിൽ സ്ഥിരമായാല് ആ ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയും. അങ്ങനെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു തന്നു, അല്ലെ. ഇങ്ങനെയുള്ള ഒരു യോഗിക്ക് ഈശ്വര സാക്ഷാത്കാരം യോഗബുദ്ധിയിലൂടെ നേടാം എന്നൊക്കെയും പറഞ്ഞു. അപ്പോള് അർജുനൻ ചോദിക്കുകയാണ്, ഈ യോഗബുദ്ധിയിലൂടെ ഭഗവാനെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായില്ലേ ഈ ഘോരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള യുദ്ധത്തിന് ഞാൻ ഒരുമ്പെടുന്നത് എന്ന് വീണ്ടും. അപ്പോ ഈശ്വരനാണ് സത്യമെന്ന അറിവ് നേടുക, സ്വധർമ്മം ചെയ്യുക, അല്ലെ, യുദ്ധം ചെയ്യണം എന്ന് തന്നെ ഭഗവാൻ ഇവിടെ പറഞ്ഞു. കൃഷ്ണാവബോധം, ബുദ്ധിയോഗം അഥവാ ആത്മീയ ജ്ഞാനാർജന പുരോഗതിക്കുള്ള ബുദ്ധി എന്നത് കർമ്മനിരതമായ ജീവിതത്തിൽ നിന്നുള്ള പിൻവാങ്ങലും ഏകാന്തതയിലെ തപശ്ചര്യയുമാണെന്ന ധാരണ അർജുനനുണ്ടായിരുന്നു. അപ്പോ ബുദ്ധിയോഗം, അല്ലെ, ഈ ആത്മീയ ജ്ഞാനാർജനം ചെയ്യുക, എന്നിട്ട് ഭഗവാനില് ബുദ്ധി ചിത്തം ഉറപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക മാത്രമാണ് എനിക്ക് വേണ്ടത്. ഇപ്പോ ഏകാന്തതയിലുള്ള തപശ്ചര്യ വേണമെങ്കിലും ഞാൻ അനുഷ്ഠിക്കാം, ഭിക്ഷ യാചിക്കാം എന്നൊക്കെയും അർജുനൻ പറഞ്ഞതാണ്, അല്ലെ. ശ്രീ ഭഗവാനാകട്ടെ മറുപടിയായി കർമ്മയോഗത്തെ അല്ലെങ്കിൽ കൃഷ്ണ അവബോധത്തെ പറ്റി ഈ 3-ാം അധ്യായത്തിൽ വിശദമായി പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അല്ല, അർജുനന്റെ ഉള്ളിലെ യുദ്ധവാസനയുണ്ട്, അത് തീരണം, അല്ലെ. അങ്ങനെയുള്ള ഒരു കർമ്മവാസന തീരാതെ സന്യാസത്തിലേക്ക് പോകാനാവില്ല എന്ന് ഭഗവാൻ അറിയാം. അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞേനെ, ശരി അർജുന, കാവി വസ്ത്രമൊക്കെ കൊടുത്ത് ഒരു ദണ്ടും പിടിച്ചിട്ട് കാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞേനെ, അല്ലെ. പക്ഷെ അർജുനന്റെ ഉള്ളിലെ കർമ്മവാസനയുണ്ട്, യുദ്ധവാസന, അത് ചെയ്ത് തന്നെ അത് തീരണം. കർമ്മം ചെയ്ത് തന്നെ ആ കർമ്മവാസന ഒടുങ്ങണം. അത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴും യുദ്ധം ചെയ്തില്ലെങ്കിൽ മറ്റൊരവസരത്തിൽ അത് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അർജുനനോട് ഇപ്പൊ യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെട്ടതാണ് കൃഷ്ണൻ. 2 വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യേന ശ്രേയോഹമാപ്നുയാം. അപ്പൊ മിശ്രിതമായിട്ട്, അല്ലെ, മിക്സഡ് ആയിട്ട് പലതും പറയുന്നുണ്ട്. ഇതാണ് ശ്രേഷ്ഠം, ബുദ്ധിയോഗമാണ് ശ്രേഷ്ഠം, അതല്ല കർമ്മയോഗമാണ് ശ്രേഷ്ഠം, കർമ്മഫലത്യാഗമാണ് നല്ലത് എന്നെല്ലാം പലത് പറയാതെ, അങ്ങനെ എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കാതെ തദേകം വധ, ഒരേ ഒരെണ്ണം, എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരൂ എന്ന് അർജുനൻ ആവശ്യപ്പെടാണ്. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായത് എന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ എന്നാണ്.
സംശയങ്ങള് അപ്പപ്പ നീക്കുകയാണ് അല്ലെ ഒരു ശിഷ്യന്റെ കടമ. നല്ലൊരു ശിഷ്യന് ഗുരു എല്ലാ ജ്ഞാനവും നൽകും എന്നാണ് ഇപ്പോ ചോദിച്ചു. ഭഗവത്ഗീതയുടെ രഹസ്യം അറിയാൻ ഔത്സുക്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തന്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അർജുനൻ ഒട്ടൊക്കെ ഭഗവാനിൽ ഒരു കുറവും അർജുനൻ കാണുന്നില്ല അല്ലെ, ഒരു ഉത്തമ ഭക്തനായത് തന്നെ. പക്ഷെ തനിക്ക് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ ലോകർക്കൊക്കെയും അറിയാനായിട്ടാണ് അർജുനൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയണത്. 3. ശ്രീ ഭഗവാൻ ഉവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഖ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പാപരഹിതനായ അർജുന, അനഘ എന്നാണ് ഇവിടെ വിളിച്ചത് അർജുനനെ. അനഘ എന്ന് വെച്ചാല് പാപരഹിതൻ, തത്വജ്ഞാനപരവും അനുഭവമാത്രവുമായ ഊഹാപോഹങ്ങൾ നടത്തുന്നവരും ഭക്തിപൂർവം സേവനം അനുഷ്ഠിക്കുന്നവരും എന്നിങ്ങനെ രണ്ടു കൂട്ടരാണ് ആത്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുകയെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ. അപ്പോ ചിലവരെന്താ ജ്ഞാനികള് അല്ലെ, ജ്ഞാനയോഗികളുണ്ട്, പിന്നെയോ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഭക്തരുണ്ട് അല്ലെ. 2 തരം ആൾക്കാരുണ്ട് എന്ന് ഭഗവാൻ മുമ്പും പറഞ്ഞു. 2-ാം അധ്യായത്തിൽ 39-ാം ശ്ലോകങ്ങളിൽ 2 വിധം യോഗങ്ങളെ പറ്റി ഭഗവാൻ വിവരിക്കുകയുണ്ടായി. സാഖ്യയോഗം, കർമ്മയോഗം അല്ലെങ്കിൽ ബുദ്ധിയോഗം എന്നിവയെ പറ്റി ഇവിടെ കൂടുതൽ വിശദീകരിക്കാൻ പോവാണ് ഭഗവാൻ. അപ്പോ ദൈവീ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്ന നീ പാപവിമുക്തനാണ്, അതുകൊണ്ടാണ് അനഘ എന്ന് വിളിക്കുന്നത്. അതിനാൽ തന്നെ ഈ ജ്ഞാനത്തിന് നീ അർഹനാണ് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. 4-ാമത്തെ ശ്ലോകം. ജ്ഞാനയോഗമാണോ കർമ്മയോഗമാണോ എനിക്ക് ചേർന്നതെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ അർജുനനോട് ഭഗവാൻ പറയാണ്, ന കർമ്മണമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്യസനാദേവാ സിദ്ധിം സമധിഗച്ഛതി. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. പറയാണ്, ഈ ശരീരത്തിലൂടെ ചെയ്യിക്കുന്നു എന്ന ഭാവത്തോടെ നമ്മൾ കർമ്മം ചെയ്യണം. അതാണ് നൈഷ്കർമ്മ്യം എന്നുള്ളത്. ഇവിടെ നൈഷ്കർമ്മ്യം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ ശ്ലോകത്തില്. അപ്പൊ കർമ്മം ചെയ്യാതിരിക്കുക, നൈഷ്കർമ്മ്യം എന്ന് വെച്ചാല്. ഹരേ കൃഷ്ണ. അപ്പോ കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല എന്നാണ് ഭഗവാൻ പറയണത്. അപ്പൊ ബാഹ്യകർമ്മങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം നൈഷ്കർമ്മ്യമാവില്ല എന്നാണ്. ഇപ്പോ ലോകത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടും നൈഷ്കർമ്മ്യമാവില്ല. ഇവിടെ നിന്നൊക്കെ എല്ലാ ഡ്യൂട്ടികളിൽ നിന്നും പിന്തിരിഞ്ഞു പോവുക, അത് നൈഷ്കർമ്മ്യമാവോ? ഇല്ല അല്ലെ. അത് ഒരു തരം പേടിച്ചോടല മാത്രമാണ് അല്ലെ. എന്ത് കർമ്മം ചെയ്യണമെങ്കിലും മനസ്സില് ആദ്യം ചിന്തയായിട്ടാണ് ആ കർമ്മം വരുന്നത് അല്ലെ. ആ ചിന്തയാണ് പിന്നെ പ്രവൃത്തിയായിട്ട് നമുക്ക് മാറുന്നത്. അപ്പൊ സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണ തുല്യനാവാം എന്നാണ് ചില തത്വചിന്തകന്മാരുടെ അഭിപ്രായം. ഭഗവാൻ കൃഷ്ണൻ അത് അംഗീകരിക്കുന്നില്ല. എല്ലാ ഡ്യൂട്ടികളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് സന്യാസത്തിന് പോയാല് ഭഗവാന് തുല്യനാവോ? ഇല്ല അല്ലെ. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കാൻ. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വിധിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്, നിയത കർമ്മങ്ങള്. അതെല്ലാം നമ്മൾ നിറവേറ്റിയതിന് ശേഷം അങ്ങനെ കർമ്മവാസനകളൊക്കെ ഒടുങ്ങി സംശുദ്ധനായതിനു ശേഷം വേണം സന്യാസം സ്വീകരിക്കാൻ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ്. എന്തുകൊണ്ട് അർജുനന് സന്യാസം സാധ്യമല്ല എന്നിവിടെ ഭഗവാൻ പറയാണ്. 5-ാമത്തെ ശ്ലോകം. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠസ്ത്യകർമ്മകൃത് കാര്യദേഹ്യവശം കർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല.
ചിന്തയുടെ രൂപത്തിലെങ്കിലും കർമ്മം അനുഷ്ഠിക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും. കർമ്മമായിട്ട് ചെയ്തില്ലെങ്കിലും നമ്മുടെ ചിന്തയിൽ ആ കർമ്മമൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഫലവും നമുക്ക് ലഭിക്കും. ഇപ്പോ മായാമുക്തരായിട്ടുള്ള നമുക്കുണ്ടല്ലോ, ഈ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് കർമ്മം ചെയ്തേ മതിയാവൂ, അല്ലെ? അതിനനുസരിച്ചാണ് ഓരോ കർമ്മങ്ങളും ചെയ്യണത്. ഇപ്പൊ സത്വഗുണിയായിട്ടുള്ള ഒരാള് നിസ്വാർത്ഥനായിട്ട് സമൂഹ സേവനമൊക്കെ നടത്തും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. അവഗണനയാവും പലപ്പോഴും ഫലം ഉണ്ടാവുക എന്ന് മാത്രം. രജോ ഗുണികളാണെങ്കിൽ എന്തിലും എടുത്തു ചാടി അങ്ങ് പ്രവർത്തിക്കും, അല്ലെ? തമോ ഗുണികളോ ഒന്നും ചെയ്യില്ല, അലസത, അതാണ് അവരുടെ പ്രകൃതം. ഓ ഇവര് സത്വഗുണികളൊക്കെ അനീതിക്കെതിരെ പ്രതികരിക്കുക, അങ്ങനെയുള്ള നന്മയുള്ള പ്രവൃത്തിയൊക്കെ അവര് ചെയ്യും. ശരീരസ്ഥനെങ്കിലും അല്ലെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് ജീവാത്മാവിന്റെ സ്വഭാവമാണ്. അപ്പോ നമ്മളിപ്പോ കൈകൊണ്ട് കാലോണ്ട് പ്രവർത്തിക്കണില്ല എന്ന് വെച്ചാലും ചിന്തയിൽ ആ പ്രവൃത്തി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കൃഷ്ണാവബോധപരമായ സത്കർമ്മത്തിൽ ഏർപ്പെടാത്ത പക്ഷം ആത്മാവ് മായാശക്തിയാൽ പ്രേരിതനായി പ്രവർത്തനങ്ങളിൽ മുഴുകിയേക്കും. അപ്പോ എന്ത് വേണം? ഈ ആത്മാവിനെ ഇന്ദ്രിയ മനസ്സുകളെ എല്ലാത്തിനെയും നമ്മള് ആ ഭഗവാനാവുന്ന ആലംബത്തില് വെക്കണം. അതല്ലെങ്കിൽ അതിങ്ങനെ ഓരോ ചിന്തകളിലൂടെ പോകും, അല്ലെ? അത് ആ മായാശക്തിയാലെ പ്രേരിതരായിട്ട് ഓരോ പ്രവർത്തനങ്ങളിലും മുഴുകും. കാണുമ്പോ തോന്നും വെറുതെ ഇരിക്കുകയാണെന്ന്, പക്ഷേ പ്രവൃത്തി ഇങ്ങനെ ഉള്ളില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ ക്ഷത്രിയനായിട്ടുള്ള അർജുനന് യുദ്ധവാസനയുണ്ട്. അത് യുദ്ധം ചെയ്തു തന്നെ തീർക്കണം. സന്യാസമല്ല വേണ്ടത്, ധാർമ്മികമായ ഈ യുദ്ധം നീ ചെയ്യൂ അർജുന എന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. 6ാമത്തെ ശ്ലോകം. കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. മനസ്സിനെ നിയന്ത്രിക്കാതെ സന്യാസം ചെയ്തതുകൊണ്ട് ഫലമില്ല എന്ന് പറയാണ്. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. അപ്പൊ കർമ്മേന്ദ്രിയങ്ങള് കയ്യ് കാല് അല്ലെ അതൊക്കെ നിയന്ത്രിച്ചു വെച്ചു എന്ന് വെച്ചാലും മനസ്സ് വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ എന്താണ്? അയാള് കർമ്മം ചെയ്യാതിരിക്കുകയാണ്, നൈഷ്കർമ്മ്യമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, അല്ലെ? അയാളൊരു കപട നാട്യക്കാരൻ മാത്രാണ് എന്ന് പറയാണ്. യോഗി എന്ന് നടിക്കുകയും വാസ്തവത്തിൽ വിഷയസുഖങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്നത് കടുത്ത വഞ്ചനയാണ് എന്ന് പറയാണ്. ചിലര് അല്ലെ ബാഹ്യമായിട്ടൊക്കെ യോഗിയുടെ വസ്ത്രധാരണവും സന്യാസി പോലെയൊക്കെ നടക്കും, എന്നാൽ മനസ്സിലോ വിഷയചിന്തകള് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. യസ്ത്യേന്ദ്രിയാണി മനസാ നിയമ്യാരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സ വിശിഷ്യതേ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള ഒരാൾ പ്രവർത്തന നിരതമായ ഇന്ദ്രിയങ്ങളെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ട് ആസക്തി കൂടാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ. ആരാണ് അത്യുത്തമൻ? ആത്മാർത്ഥതയുള്ള ഒരാളാണെങ്കിൽ പ്രവർത്തന നിരതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ്, അവയെ മനസ്സിനാൽ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് ആസക്തി ഒന്നും ഒരു വിഷയങ്ങളിലും ആസക്തി ഇല്ലാതെ കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടാം. ഭഗവാന് പ്രസന്നത. ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുക, ഈ പ്രവൃത്തി ഭഗവാനെ സന്തോഷപ്പെടുത്തുവോ? ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഭഗവാൻ ആവോ ഒന്നൊന്ന് ചിന്തിക്കുക, അല്ലെ? ഭഗവാൻ പ്രസന്നനാവണമെങ്കിൽ ധാർമ്മികമായ പ്രവൃത്തികൾ കൊണ്ടാണ് ഉണ്ടാവുക, അല്ലെ? അധാർമികത ഭഗവാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അങ്ങനെ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോ നമ്മൾ നന്മകൾ മാത്രമേ ചെയ്യാൻ നിർബന്ധിതരാവുള്ളൂ, അല്ലെ? തിന്മയിലേക്ക് നമ്മൾ ഒട്ടും പോകില്ല. അപ്പൊ അതാ പറയണേ, കൃഷ്ണാവബോധപരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാളാണ് അത്യുത്തമൻ എന്ന്. അപ്പൊ ഈശ്വരനാൽ നിയമിക്കപ്പെട്ട ആ കർമ്മം, അത് ഇഷ്ടവും അനിഷ്ടവും അതിനുണ്ടാവില്ല. അത് കർമ്മയോഗം ആണ്. നൈഷ്കർമ്മ്യ സിദ്ധിക്ക് നമ്മള് ആവും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോ നൈഷ്കർമ്മ്യ സിദ്ധിക്ക് നമ്മെ അത് അർഹനാക്കും എന്നാണ്. ഹരേ കൃഷ്ണ. പൊള്ളയായ ആത്മീയവാദം കൊണ്ട് നിഷ്കളങ്കരായ പൊതുജനങ്ങളെ കബളിപ്പിക്കുന്നവനേക്കാൾ ഭേദപ്പെട്ടവൻ ധ്യാനാദികളെ ഒരു ജീവനോപായം മാത്രമായി കരുതുന്ന കപടവേഷധാരിയായ ഒരാളേക്കാൾ എത്രയോ നല്ലവനാണ്
മനസാക്ഷിയോടെ തെരുവ് തൂക്കുന്ന ഒരു തൂപ്പുകാരൻ, അല്ലെ? കപടവേഷം അണിഞ്ഞ് സന്യാസ വേഷമൊക്കെ ധരിച്ചിട്ട് എന്നാ മറ്റുള്ളവരെ ശിഷ്യരാന്ന് പറഞ്ഞ് അവരെയൊക്കെ കബളിപ്പിക്കാനുള്ള ഓരോ പൊള്ളയായ വാദമുഖങ്ങൾ കൊണ്ടുവരിക. അങ്ങനെയുള്ളവര് വഞ്ചകരാണ്, അല്ലെ? കപടവേഷധാരികള് അവരെക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഭഗവാനിൽ മനസ്സൂന്നിക്കൊണ്ട് ഒരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു തൂപ്പുകാരനായാൽ പോലും, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകത ഒന്നുകൂടി പറയാണ് ഭഗവാൻ. കർമ്മവാസനയുള്ള ആള് കർമ്മം ചെയ്യാതിരുന്നാൽ പറ്റില്ല, അല്ലെ? പ്രാരബ്ധ കർമ്മം എരിച്ചു കളയാൻ അതിനാണ് ഈ ശരീരത്തിന്റെ ലക്ഷ്യം. ഈ മനുഷ്യ ശരീരം, നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ ഉണ്ടല്ലോ, അത് ചെയ്ത് തന്നെ ആ കർമ്മവാസന ഒക്കെ എരിഞ്ഞടങ്ങണം. വാസന ഒടുങ്ങിയാലേ ആത്മസാക്ഷാത്കാരം കിട്ടുള്ളൂ, മനസ്സ് സ്വസ്ഥമാവുള്ളൂ. അതാണിവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. 8ാമത്തെ ശ്ലോകം. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണ ശരീരയാത്രാപിചതേന പ്രസിദ്ധ്യേത കർമ്മണ. നിനക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക. നൈഷ്കർമ്മ്യത്തെക്കാൾ ശ്രേഷ്ഠമാണ് കർമ്മം. കർമ്മം ചെയ്യാതെ സ്വന്തം ശരീരം നിലനിർത്താൻ പോലും ആർക്കും സാധ്യമല്ല. അപ്പൊ എല്ലാവരും കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ്, അല്ലെ? ഇപ്പോ ഈ യജ്ഞഭാവനയോടെ കർമ്മം ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് പഠിച്ചു, അല്ലെ? അങ്ങനെ ചെയ്യുന്ന കർമ്മം മാത്രാണ് അങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ, യജ്ഞഭാവനയോടെ അല്ല നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് കർമ്മം ബന്ധനത്തിന് ഇടയാവുള്ളൂ. അഹന്തയോ മമതയോ ഒന്നുമില്ലാതെ അനാസക്തരായിട്ട് നമ്മൾ കർമ്മം ചെയ്യണം എന്നാണ് ഇപ്പൊ പറയുന്നത്. എന്താ ഇവിടെ? വിധിക്കപ്പെട്ട കർമ്മം എന്തായാലും ചെയ്യണം അർജുന. നൈഷ്കർമ്മ്യം, അതായത് കർമ്മം ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടും ശ്രേഷ്ഠം എന്താണ്? കർമ്മം ചെയ്യൽ തന്നെ. കർമ്മം ചെയ്യാതെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ പോലും നിലനിർത്താൻ സാധിക്കില്ല. ആർക്കും ജീവനും ശരീരവും നിലനിർത്താൻ ഏതൊരാളും കർമ്മം ചെയ്യുക തന്നെ വേണം. ഭൗതിക പ്രവണതകളെ ശുദ്ധീകരിക്കാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിക്കാൻ പാടുള്ളതല്ല കർമ്മം. ഭൗതികമായിട്ട് ഓരോരുത്തർക്ക്, അല്ലെ, 3 ഗുണങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് പലതും ചെയ്യാൻ വാസന ഉണ്ടാവും. അതൊന്നും ശുദ്ധീകരിക്കപ്പെടാതെ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിച്ചാല് അത് ശരിയല്ല എന്ന് പറയാണ്. ഹരേ കൃഷ്ണ. യജ്ഞാർത്ഥാർക്കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗസമാചര. കർമ്മം വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയേ ഉള്ളൂ. കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു ഭഗവാൻ. യജ്ഞം, ഭഗവാനുള്ള ഒരു വിഷ്ണുവിനായുള്ള യജ്ഞം എന്ന നിലയിൽ വേണം നമ്മൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ ഭൗതിക ലോകത്തോട് കൂടുതൽ ബന്ധിക്കുകയുള്ളൂ. കുന്തിപുത്ര, നിന്റെ നിർദ്ദിഷ്ട കർമ്മങ്ങളെ ഭഗവാന്റെ സംതൃപ്തിക്കായി നിർവഹിക്കൂ. ഓരോരുത്തർക്കും ഉണ്ടല്ലേ സ്വധർമ്മം ചെയ്യാൻ. അതൊക്കെ ഭഗവാന്റെ സംതൃപ്തിക്കായിട്ട് നിർവഹിക്കുക. അങ്ങനെ ചെയ്താൽ നിനക്ക് എന്നെന്നും ബന്ധമുക്തനായിരിക്കാം. സൂര്യഭഗവാൻ യജ്ഞഭാവേന ദിവസവും നിയതകർമ്മം ചെയ്യുന്നുണ്ട്, അല്ലെ? അഗ്നി, ഭൂമി എല്ലാം അങ്ങനെയാണ്. ഈ പ്രപഞ്ച നിലനിൽപ്പിന് ഭഗവാനാൽ ഏൽപ്പിക്കപ്പെട്ട കർമ്മം ജീവിതചര്യയാക്കുകയാണ്. അങ്ങനെ ദേവദത്തമായ പലതും ലഭിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്, അല്ലെ? അപ്പൊ യജ്ഞകർമ്മം നിങ്ങളുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കട്ടെ എന്ന് ഭഗവാൻ പറയാണ്. പക്ഷിമൃഗാദികൾ പോലും നിസ്വാർത്ഥരാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അവർക്ക് കർമ്മബന്ധമില്ല. മനുഷ്യർക്കാണ്, അവരാണ് അഹന്ത മമതയോടുകൂടിയൊക്കെ കർമ്മം ചെയ്യുന്നത്. അവർക്കാണ് കർമ്മബന്ധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷിമൃഗാദികൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല. യജ്ഞം എന്നാൽ വിഷ്ണു ഭഗവാൻ അല്ലെങ്കിൽ യാഗ അനുഷ്ഠാനം എന്നർത്ഥം. എല്ലാ യജ്ഞാചരണങ്ങളും ശ്രീ വിഷ്ണുവിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളൊക്കെ വിഷ്ണുവിന്റെ സന്തോഷത്തിനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യാധ്വാമേഷ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ? ഹരേ കൃഷ്ണ.
ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രജാപതി ദേവന്മാരെയും മനുഷ്യരെയും ഒപ്പം തന്നെ വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെയും ഉൽപ്പാദിപ്പിച്ച ശേഷം അവരെ ഇങ്ങനെ ആശീർവദിച്ചു: ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാവുക. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതെല്ലാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ എന്താ ചെയ്തത്? പ്രജാപതി ബ്രഹ്മദേവൻ എന്താ ചെയ്തത്? ദേവന്മാരെയും മനുഷ്യരെയും ഒക്കെ സൃഷ്ടിച്ചു. ഒപ്പം വിഷ്ണുവിനായുള്ള യജ്ഞങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. എന്നിട്ട് അവരെ ആശീർവദിച്ചു. എന്ത് പറഞ്ഞിട്ട് ആശീർവദിച്ചത്? ഈ യജ്ഞത്തെ കൊണ്ട് നിങ്ങള് സന്തുഷ്ടരാവൂ. മോക്ഷപ്രാപ്തിക്കും സുഖജീവിതത്തിനും വേണ്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഈ യജ്ഞത്തിൽ നിന്ന് ലഭിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ എന്താണ് ഇപ്പോ യജ്ഞം എന്ന് പറഞ്ഞാല് യജ് എന്ന ധാതുവിന് ഈശ്വര പൂജ, ദാനം, സത്സമാഗമം എന്നൊക്കെ അർത്ഥം വരും. ഇപ്പൊ സഹകരണം എന്നും യജ്ഞത്തിന് അർത്ഥമുണ്ട്. ഇപ്പൊ ഈ എല്ലാവരും സഹകരിച്ച് ജീവിക്കുക എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഈ യജ്ഞം കൊണ്ട്. പ്രകൃതിയോട്, കുടുംബാംഗങ്ങളോട്, സമൂഹത്തോട് ഒക്കെ അല്ലെ? ഈശ്വരൻ ഈ പ്രകൃതി സൃഷ്ടിച്ചത് തന്നെ സഹകരണത്താലാണ്. ഇപ്പൊ കത്തിജ്വലിച്ച സൂര്യൻ മൂലം ഈ കടലിലെ ജലം നീരാവിയായിട്ട്, പിന്നീട് മഴയായിട്ട്, സസ്യജാലങ്ങളായിട്ട് അല്ലെ? ഏതെങ്കിലും ഒരു ദിവസം സൂര്യൻ സമരം ചെയ്തു വിചാരിച്ചാ ഒന്ന് ആലോചിച്ചു നോക്കൂ അല്ലെ? അതുപോലെ വായു സ്ട്രൈക്ക് ചെയ്താലോ? അവരാരും ഇതുവരെ മുടക്കം വരുത്തിയിട്ടില്ല അല്ലെ അവരുടെ ഡ്യൂട്ടി. ഇപ്പൊ നമ്മുടെ ശരീരം, രണ്ട് കൈയും സഹകരിക്കാതെ പ്രവർത്തിക്കാൻ നമുക്ക് ഒന്നും ജോലി ചെയ്യാൻ പറ്റില്ല. കാലുകള് സഹകരിക്കണം, എന്നാലേ നടക്കാൻ പറ്റുള്ളൂ അല്ലെ? കണ്ടറിയാൻ കണ്ണും ബുദ്ധിയും സഹകരിക്കണം. അതുപോലെ ഓരോന്നിലും സഹകരണം വേണം, എന്നാലാണ് ഈ ലോകം സ്മൂത്ത് ആയിട്ട് പോകുന്നുള്ളൂ. അതാണ് യജ്ഞം എന്നുള്ളത് കൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടെ ആണ് ജീവിക്കേണ്ടത്. ഹരേ കൃഷ്ണ. 11ാമത്തെ ശ്ലോകം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യസി അവാപ്സ്യത. ദേവന്മാർ യജ്ഞം കൊണ്ട് സന്തുഷ്ടരായാൽ നിങ്ങളെ അവർ സന്തുഷ്ടരാക്കും. ഇങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് അനുഭവിക്കാം. അപ്പോ നമ്മൾ യജ്ഞം ചെയ്ത് ദേവന്മാരെ തൃപ്തിപ്പെടുത്തുക. ദേവന്മാരോ അവരാൽ ദത്തമായതൊക്കെ നമുക്ക് തരും അല്ലെ? ഇന്ദ്രൻ, വരുണൻ, വായു ഇതൊക്കെ നമ്മളെ സഹായിക്കണം. മഴ കൊണ്ടും സൂര്യൻ നമുക്ക് വെയിലും ചൂടും വെളിച്ചവും തരുന്നു. അങ്ങനെയൊക്കെ എല്ലാ ദേവതകളും നമ്മളെയും സഹായിക്കും. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി യജ്ഞം ചെയ്യാം. അപ്പൊ ഗിവ് ആൻഡ് ടേക്ക് ആണ് ഇവിടെ നടക്കുന്നത്. പരസ്പര പ്രീണനം കൊണ്ട്, പരസ്പരം ഭാവയന്ത എന്നാ ഇവിടെ പറയണേ. അങ്ങനെ പരസ്പര പ്രീണനം കൊണ്ട് രണ്ടു കൂട്ടർക്കും പരമശ്രേയസ് ഉണ്ടാവും എന്നാണ്. ഇപ്പൊ തങ്ങളെ ഈ ലോകത്ത് നിലനിർത്തുന്ന ദേവന്മാർക്ക് കൃതജ്ഞതയോടെ യജ്ഞം ചെയ്യണം നമ്മള് എന്നാണ്. മാനസിക പൂജ, സ്മരണ ഒക്കെ സൂര്യദേവന്റെ, അതുപോലെ അഗ്നി, വായു എന്നിവരുടെ ഒക്കെ അനുഗ്രഹത്താലാണ് നമ്മളുടെ ഉദരപൂരണം നടക്കുന്നത് തന്നെ അല്ലെ? ഈ ദേവാദികള് പ്രപഞ്ചത്തെ നിലനിർത്താനായിട്ട് യജ്ഞഭാവേന കർമ്മം ചെയ്യാണ്. നമുക്ക് തിരിച്ചും അവരെ സന്തുഷ്ടരാക്കേണ്ടതുണ്ട്. യജ്ഞരൂപത്തിൽ അവരെ നമ്മൾ പൂജിക്കണം. അങ്ങനെ അന്യോന്യം സന്തോഷിപ്പിച്ച് പരമശ്രേയസ് കൈവരിക്കൂ എന്ന് ഭഗവാൻ പറയാണ്. അപ്പൊ അനാവശ്യമായിട്ട് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാൻ പോകരുത്. സന്തുലിതാവസ്ഥ അതൊക്കെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ദേവന്മാര് അവരവരുടെ സ്വധർമ്മം ചെയ്യുന്നു അല്ലെ? നാം നമ്മുടെ സ്വധർമ്മം, അവരെ യജിക്കുക, അവർക്ക് യജ്ഞം ചെയ്യാം അല്ലെ? അങ്ങനെ ഒരു പരസ്പര ധാരണയോടെ ശ്രേയസ്സോടെ നമുക്ക് ഇവിടെ ജീവിക്കാം എന്ന് ഭഗവാൻ പറയാണ്. ചില യജ്ഞങ്ങൾ ചില ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളവയാണ്. അവ ചെയ്യുമ്പോഴും സർവയജ്ഞോപഭോക്താവ് എന്ന നിലയ്ക്ക് വിഷ്ണു പൂജിക്കപ്പെടുന്നു. ഏത് ദേവതകളെ പൂജിച്ചാലും അതിന്റെ റിസൾട്ട് അവസാനം എത്തിച്ചേരുന്നത് ഭഗവാനിൽ തന്നെയാണ് എന്നറിയാം. സ്വധർമ്മമാണ് ദേവന്മാരെ പൂജിക്കൽ. ഇനി അത് ചെയ്തില്ലെങ്കിൽ അവനൊരു മോഷ്ടാവാണ്, നമ്മൾ കള്ളനാണ് അങ്ങനെ ചെയ്യാതിരുന്നാല് എന്നാ പറയണേ. 12ാമത്തെ ശ്ലോകം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിത തൈർദത്താന പ്രദായഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സാ. സ്തേനൻ എന്ന് പറഞ്ഞ കള്ളനാണ്. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്കു നൽകും.
ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ് പറയാണ്. അപ്പോ ഓരോ ദേവന്മാര് ഓരോ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഈ യജ്ഞത്തിലൂടെ സന്തോഷിപ്പിക്കാം. അവര് സന്തുഷ്ടരായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള അവശ്യ വിഭവങ്ങളൊക്കെ നൽകും മനുഷ്യർക്ക്. ഈ അനുഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ സ്വീകരിക്കുമ്പോൾ അതിന് കൃതജ്ഞതയോടെ തിരിച്ച് യജ്ഞങ്ങളായിട്ട് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്ന ഒരാള് കള്ളനാണ് എന്ന് പറയാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഓരോ ഇന്ദ്രൻ, വരുണൻ, സൂര്യൻ, അല്ലെ, എല്ലാവരും ചേർന്ന് നമുക്ക് പ്രകാശം, വെളിച്ചം, ചൂട്, മഴ, വായു എല്ലാം നമുക്ക് ഇവിടെ ദേവദത്തമായിട്ട് കിട്ടുന്നതാ. അതൊന്നും ഇല്ലാതെ ഒരു ദിവസം, ഒരു മണിക്കൂർ പോലും നമുക്ക് നിലനിൽക്കാനാവില്ല. അപ്പൊ അതെല്ലാം നൽകുന്ന ആ ദേവതകളെ നമ്മള് കൃതജ്ഞതയോടെ അവരെ നമ്മൾ പൂജിക്കണം, അല്ലെ? അവർക്ക് യജ്ഞരൂപേണ നമ്മൾ ചെയ്യണം. അങ്ങനെ അവര് ദേവദത്തമായതൊക്കെ നമുക്ക് ലഭ്യമാക്കും, അവശ്യ വസ്തുക്കളൊക്കെ നമുക്ക് ലഭ്യമാക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ചെയ്യണം. എന്നാൽ അതാണ് സഹകരണത്തിലൂടെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടത്. ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർക്കാണ് ദേവന്മാർക്കായുള്ള യജ്ഞം വിധിക്കപ്പെട്ടിട്ടുള്ളത്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് മറന്ന് നമ്മൾ ഭഗവത് ആരാൽ കിങ്കരന്മാരാൽ ദത്തങ്ങളായ ഈ വിഭവങ്ങളെ ഇന്ദ്രിയ തൃപ്തിക്കായി ഉപയോഗിച്ചുകൊണ്ട് സൃഷ്ടാവ് ഉദ്ദേശിച്ചിട്ടേ ഇല്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തിൽ അധികം കുടുങ്ങി പോവുകയാണെങ്കിൽ തീർച്ചയായും ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ പ്രകൃതി നിയമം അനുസരിച്ച് നമുക്ക് കിട്ടും. അപ്പൊ എന്താ ഇവിടെ പറയണത്? ഇപ്പൊ ഈ മനുഷ്യൻ ജീവിത ലക്ഷ്യം എന്താണ് എന്നറിയണം. ഭഗവത് കിങ്കരന്മാര്, അതായത് ഭഗവാന്റെ തന്നെ പ്രതിനിധികളായിട്ടുള്ള ഈ ദേവന്മാര് നൽകുന്ന ഈ വിഭവങ്ങളെ നമ്മൾ ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ ഈ സൃഷ്ടാവ് ഇല്ലാത്ത വിധം ഭൗതിക അസ്തിത്വത്തില് നമ്മള് കൂടുതൽ കുടുങ്ങിപ്പോകും. അവർക്ക് തിരിച്ച് നമ്മൾ ഒന്നും ചെയ്തില്ല എങ്കില്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മള് ഈ കള്ളന്മാർക്ക് ശിക്ഷയുണ്ട്, അതുപോലെ ഈ ചോരന്മാർക്ക് അനുയോജ്യമായ ശിക്ഷ, പ്രകൃതി നിയമം അനുസരിച്ചുള്ള ശിക്ഷ നമ്മൾക്കും കിട്ടും എന്നാണ്. അപ്പൊ പഞ്ചമഹായജ്ഞങ്ങള് എന്ന് പറയുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്യാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. യജ്ഞചക്രം അത് പൂർത്തിയാക്കേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും എന്നാണ്. അപ്പൊ യജ്ഞബോധം വളർത്തി ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം? അതാണ് 13ാമത്തെ ശ്ലോകം പറയുന്നത്. യജ്ഞശിഷ്ടാശിനസന്തോ മുച്യന്തേ സർവകിൽബിഷൈ ഭുഞ്ജതേ തേ ത്വഖം പാപാ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്. പറയാണ്, യജ്ഞത്തില് നിവേദിക്കണം, അല്ലെ? എപ്പോഴും യജ്ഞം നടത്തുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭഗവാന് നമ്മള് പവിത്രമായിട്ട് ആഹാരം പാചകം ചെയ്ത് ഭഗവാന് സമർപ്പിക്കണം, അല്ലെ? ഭഗവാൻ അത് സ്വീകരിച്ചതിന് ശേഷം പ്രസാദമായിട്ട് കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോ നമ്മൾ സർവപാപങ്ങളിൽ നിന്ന് മുക്തരാവും. അല്ലാതെ സ്വയം ആസ്വദിക്കുക, അല്ലെ? സ്വയം പായസമൊക്കെ വെച്ചുണ്ടാക്കുക, എന്നിട്ട് നമ്മൾ മാത്രം കഴിക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നവര് പാപത്തെയാണ് ഭുജിക്കുന്നത്. ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധം ഉണർന്നവരെ സന്ത എന്ന് വിളിക്കുന്നു. സത്തുക്കൾ എപ്പോഴും സത്തുക്കളാണ്. എപ്പോഴും കൃഷ്ണനിൽ പ്രേമബദ്ധരാകയാൽ ആദ്യം തന്നെ അവിടത്തേക്ക് നിവേദിക്കാതെ യാതൊന്നും സ്വീകരിക്കുകയില്ല. ഭക്തരെ അങ്ങനെയാണ് ചെയ്യാല്ലേ. ഇപ്പൊ സ്വാർത്ഥരായിട്ട് ജീവിച്ചാൽ പാപമാണ്, ഒരിക്കലും തൃപ്തി ഉണ്ടാവില്ല. പുണ്യം യജ്ഞഭാവേന ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ശാന്തി ലഭിക്കും നമുക്ക്, മനസ്സന്തോഷം. അതാണ് പുണ്യത്തിന്റെ ലക്ഷണം. ഐശ്വര്യങ്ങൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്ത് ലഭിക്കുന്ന ആനന്ദം അനുഭവിച്ച് അവർ പാപവാസനകളിൽ നിന്നൊക്കെ മുക്തരാവും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് ആധാരമായിട്ടുള്ള എല്ലാത്തിനോടും നമുക്കൊരു കടപ്പാട് ഉണ്ടാവണം. യജ്ഞരൂപേണ സമർപ്പണം ചെയ്യണം, പരോപകാരമായിട്ട് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ബാധ്യസ്ഥരാണ്. ഹരേ കൃഷ്ണ. 14ാമത്തെ ശ്ലോകം. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. പറയാണ്,
എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടു കഴിഞ്ഞ ലെവലിൽ നമ്മൾ കണ്ടു അല്ലെ, ഒരു യജ്ഞചക്രത്തിന്റെ ചിത്രം കണ്ടു നമ്മള്. എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്ന ധാന്യം വേണം അല്ലെ. അത് മഴ മൂലമാണ് ധാന്യങ്ങളൊക്കെ ഉണ്ടാവുക. മഴയോ യജ്ഞം ചെയ്തിട്ടാണ് മഴ ഉണ്ടാവണേ. യജ്ഞങ്ങളോ വിധിപ്രകാരം കർമ്മം ചെയ്യുമ്പോഴാണ് ഉണ്ടാവണത്. നമ്മൾ ഈ ചക്രം പൂർത്തീകരിക്കണം. ഭൂതാനി എന്ന് പറഞ്ഞ ജീവികള്, അന്നത്തിൽ നിന്നാണ് ജീവികൾ ഉണ്ടാവണേ. അന്നം മഴ കൊണ്ട് ഉണ്ടാവണു, മഴ യജ്ഞം കൊണ്ട് ഉണ്ടാവണു അല്ലേ. അങ്ങനെ മഴയോ കർമ്മത്തിൽ നിന്നാണ് ഈ യജ്ഞം ഉണ്ടാവണത്. അങ്ങനെ ഇതൊരു ചക്രമാണ്, ഒരു സൈക്കിളാണ്, ലൈഫ് സൈക്കിൾ എന്നാണ് ഇതിനെ പറയാൻ പറ്റുക. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷയിക ആസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാവുന്നു. നമ്മൾ ഈ പ്രസാദമായിട്ട് ആഹാരം സ്വീകരിക്കുമ്പോൾ എന്താ നമുക്ക് ഉണ്ടാവണ വ്യത്യാസം? ഈ വിഷയ സുഖങ്ങളുടെ പുറകെ പോകാനൊന്നും നമുക്ക് പിന്നെ തോന്നില്ല, ആസക്തി ഉണ്ടാവില്ല. ആ ആസക്തിയൊക്കെ ചെറുത്തു നിൽക്കാനുള്ള ആത്മബലം നമുക്ക് ലഭ്യമാവും എന്നാണ്. 15ാമത്തെ ശ്ലോകം. കർമ്മ ബ്രഹ്മോദ്ഭവം വിധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉത്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. അപ്പൊ പറയാണ്, ഈ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നിയന്ത്രിത കർമ്മവിധികളൊക്കെ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാനിൽ നിന്ന് നേരിട്ട് വന്നതാ വേദങ്ങള്, അറിവുകള് അല്ലേ. അതുകൊണ്ട് തന്നെ സർവവ്യാപകമായിട്ടുള്ള അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിൽ തന്നെയാണ് കുടികൊള്ളുന്നത്. ഇപ്പൊ വേദോപദിഷ്ടമല്ലാത്ത കർമ്മം നമ്മൾ ചെയ്തുകൂടാ, വികർമ്മമാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രപഞ്ച മനസ്സ് അതിന്റെ പ്രേരണയാലാണ് ക്ഷരം അക്ഷരം എന്നൊക്കെ പറയണത്. ക്ഷരം എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുന്നതാണ് അല്ലെ. ഇപ്പൊ ബ്രഹ്മത്തിൽ നിന്ന് കർമ്മം ഉണ്ടാവുന്നു. രണ്ടു തരം ബ്രഹ്മമുണ്ട്. ക്ഷരം അതായത് പ്രകൃതി അല്ലെ, ആ ടോട്ടാലിറ്റിനെയാണ് അങ്ങനെ പറയാ, പരമാത്മാവ്. അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ക്ഷരബ്രഹ്മം, പരബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ഈ ക്ഷരം അക്ഷരം അങ്ങനെ രണ്ട് തരത്തിൽ നമ്മൾ ഇതിനെ പറയാൻ പറ്റും. ഇപ്പോ ബ്രഹ്മോദ്ഭവം എന്ന് പറഞ്ഞാല് ഈ ഭഗവാനിൽ നിന്ന് നേരിട്ടിട്ട് വന്നിട്ടുള്ള ഈ വേദങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ നമ്മൾ കർമ്മം ചെയ്യണം നിയന്ത്രിതമായിട്ട് എന്ന്. അപ്പോ നമ്മുടെ ഈ അതീന്ദ്രിയമായിട്ടുള്ള ഈ സത്ത എന്ന് പറഞ്ഞ ഈ എന്താ പറയാ ദേവദത്തമായിട്ടുള്ള സംഗതികളൊക്കെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദേവന്മാരാൽ നൽകപ്പെടുന്നതൊക്കെ എന്നും യജ്ഞകർമ്മങ്ങളിലാണ് അതിന്റെ ബേസ് ഉള്ളത് എന്ന് പറയാണ്. അപ്പൊ വിവേകമുള്ള മനുഷ്യന് മാത്രമാണ് ഈ യജ്ഞചക്രം സമ്പൂർണമാക്കാൻ സാധിക്കുള്ളൂ. അത് അവഗണിക്കുന്നവരുടെ ജീവിതം നിഷ്ഫലമാവുകയും ചെയ്യും. അപ്പൊ നമ്മള് ഭഗവാനിൽ നിന്ന് വേദങ്ങളൊക്കെ വന്നു, അതിൽ നിയന്ത്രിത കർമ്മങ്ങളെ പറഞ്ഞു, അങ്ങനെ നമ്മൾ അതനുസരിച്ച് യജ്ഞം ചെയ്തു. അങ്ങനെ മഴ വെയിൽ ഇതൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കിട്ടി. അങ്ങനെ ധാന്യങ്ങളൊക്കെ ഉണ്ടായി. ആ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആഹാരം പാചകം ചെയ്ത് ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചു അല്ലെ. എന്നിട്ട് അത് പ്രസാദം സ്വീകരിച്ചു. അങ്ങനെ അതൊരു ചക്രമായിട്ട് ഇങ്ങനെ പോകണം. മനുഷ്യന് മാത്രമേ ഈ ചക്രത്തെ പൂർത്തിയാക്കാനാവൂ, യജ്ഞചക്രത്തിനെ. അതായി ഇവിടെ പറയുന്നത് 16ാമത്തെ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മമാണ്, ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്നു. വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാം. അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും. അപ്പോ മനുഷ്യന് പൂർത്തിയാക്കണ യജ്ഞചക്രത്തെ പറയാണ് 16ാമത്തെ ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയദീഹയ അഘായുരിന്ദ്രിയാരാമോ മോഖം പാർത്ഥ സജീവതി. പ്രിയപ്പെട്ട അർജുന,
വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സന്ദർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. എന്ത് വേണം? വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ ഈ ചക്രത്തെ മനസ്സിലാക്കിയിട്ട് അത് പൂർത്തിയാക്കണം, അല്ലേ? പ്രപഞ്ചത്തിനെ നിലനിർത്തുന്ന ചക്രമാണ് ഈ യജ്ഞചക്രം എന്ന് പറയുന്നത്. അപ്പൊ ആത്മാരാമന്മാരെന്താ ചെയ്യാ? ജഗത്തിന്റെ സത്യസ്ഥിതി അറിഞ്ഞ് ചൈതന്യം ആനന്ദപൂർണമാണെന്ന് തിരിച്ചറിയും, അല്ലെ? സ്ഥിതപ്രജ്ഞത്വം നേടി ഈ ചക്രം പൂർത്തീകരിക്കുക, ഈ കർമ്മവാസന നശിപ്പിക്കാൻ യജ്ഞഭാവനയോടെ കർമ്മം ചെയ്യുക. അതൊക്കെയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഉള്ളിലെ ഈശ്വര ചൈതന്യം അപ്പോഴാണ് തെളിഞ്ഞു വരിക. ആനന്ദ സ്വരൂപമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. കർമ്മവാസനകൾ ഒടുങ്ങി ജീവിതം ധന്യമാവും. അപ്പോള് സ്വാർത്ഥതയോടെ കർമ്മം ചെയ്ത് ജീവിക്കുന്നവരുടേത് പാപായുസ്സാണ്, അല്ലെ? പാപായുസ് എന്നാ പറയാ. ഇന്ദ്രിയ രാമന്മാരാണ് അവര്. അഗ്നിയില് നെയ്യ് ഒഴിക്കും പോലെ ആസക്തി, ഇങ്ങനെ വിഷയങ്ങളിലുള്ള ആസക്തി കൂടി കൂടി വരികയേ ഉള്ളൂ, അല്ലെ? രാമനാവാൻ ശ്രമിക്കണം. കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? കൂടുതൽ കൂടുതൽ കഠിനമായിട്ട് പ്രയത്നിക്കുക, കുറെ സമ്പാദിക്കുക, ഇന്ദ്രിയ സുഖം അനുഭവിക്കുക, അതല്ല ഭഗവാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യണത്, അല്ലെ? കുറച്ച് അത്യാവശ്യത്തിന് നല്ല പ്രവൃത്തി ചെയ്യുക, ബാക്കി സമയം ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഈ പറഞ്ഞതൊന്നും ഒരു സ്ഥിതപ്രജ്ഞന് എന്നാ ബാധകല്ല. അതാണ് ഇവിടെ 17ാമത്തെ ശ്ലോകം പറയണത്. യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ടസ്തസ്യ കാര്യം ന വിദ്യത്തെ. മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുകയും ആത്മാരാമനായി വർത്തിക്കുകയും ആത്മാവിൽ പൂർണ്ണ തൃപ്തനായിരിക്കുകയും ചെയ്യുന്നവന് കർത്തവ്യങ്ങൾ ഒന്നുമില്ല. അപ്പൊ ഒരു സ്ഥിതപ്രജ്ഞന് ഈ പറഞ്ഞതൊന്നും ബാധകല്ല. യജ്ഞചക്രം പൂർത്തിയാക്കലൊക്കെ അതൊന്നും. ഇപ്പൊ മനുഷ്യ ജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരാള്, ആത്മാരാമനായി വർത്തിക്കണ ഒരാള്, ആത്മാവിലെ പൂർണ്ണ തൃപ്തനായിട്ടും ഇരിക്കണ ആൾക്ക് ഈ പറഞ്ഞ കർത്തവ്യങ്ങൾ ഒന്നും വേണ്ടതില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം സ്ഥിതപ്രജ്ഞനാവുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പൊ കർമ്മവാസന നശിച്ച് ആത്മാവിനെ കണ്ടെത്തി അതിൽ സന്തുഷ്ടനായിരിക്കുന്ന ആളാണ് ആത്മാരാമൻ. സ്വയം അറിയേണ്ട അവസ്ഥയാണ് ഇത്. പറഞ്ഞു തരാനൊന്നും പറ്റില്ല ഇത്. ശരിക്കും ആത്മാരാമൻ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾ സ്വന്തമായിട്ട് അനുഭവിച്ചറിയേണ്ടതാണ്. കൃഷ്ണാവബോധം ഉദിക്കുന്നത് കൊണ്ട് തൽക്ഷണം തന്നെ അനേകായിരം യജ്ഞ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ അയാളുടെ ഹൃദയ മാലിന്യം ആകെ ഉടനെ ഒഴിഞ്ഞു പോകുന്നു. ഇപ്പൊ കൃഷ്ണാവബോധത്തിൽ എത്തിയ ഒരാള് ചിത്തശുദ്ധി കൈവരിച്ച ആള് തന്നെയാണ് എന്ന് പറയാണ്. ഇപ്പൊ ത്രിഗുണാതീതനായി അങ്ങനെയുള്ള ഒരാൾ മായാതീതനാവും, അല്ലെ? ദ്വന്ദ്വാതീതനാവും. അപ്പോ കൃഷ്ണാവബോധം അത് നേടിയെടുക്കാനാണ്. നമ്മുടെ ചിത്തത്തിനെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഭഗവാനിൽ ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ചിത്തം ആദ്യം ക്ലീൻ ആവണം, അല്ലേ? അത്ര വൃത്തിയാക്കി വെക്കണം. നൈവ തസ്യ കൃതേനാർത്ഥോ നാകൃതേ നേഹ കശ്ചന ന ചാസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ. ആത്മസാക്ഷാത്കാരം ലഭിച്ചവന് തനിക്ക് വിധിക്കപ്പെട്ട കർത്തവ്യം നിറവേറ്റുന്നത് കൊണ്ട് നേടാനായിട്ട് ഒന്നുമില്ല. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. അപ്പൊ ആത്മസാക്ഷാത്കാരം ലഭിച്ചു വിചാരിക്കുക. അപ്പോ ഈ തന്റെ സ്വധർമ്മം ചെയ്തിട്ട് അങ്ങനെ നിറവേറ്റുന്നത് കൊണ്ട് ഒന്നും നേടാനില്ല. കാരണം എന്താ? ഏറ്റവും പരമോന്നതമായതിനെ നേടിക്കഴിഞ്ഞു ആ ആള്. അപ്പോ അത് ചെയ്യാതിരിക്കും വേണ്ട. അവനവന്റെ സ്വധർമ്മമൊക്കെ എന്നാലും ചെയ്യാം. എവിടെ? ഡിറ്റാച്ച്ഡ് ആയിട്ട്, ഒന്നിലും ഒട്ടലില്ലാതെ കൊണ്ട് അങ്ങനെ കർമ്മം ചെയ്യാം. അവന് മറ്റൊരു ജീവിയെയും ആശ്രയിക്കേണ്ടതുമില്ല. നമ്മളിപ്പോ എന്താ മറ്റുള്ളവരെയൊക്കെ ആശ്രയിക്കണേ? അവരാ നമുക്ക് സുഖം തരണേ എന്ന് കണക്കാക്കിയിട്ടല്ലേ? അവര് വേണം എനിക്ക് സുഖം, അവരങ്ങനെ പറഞ്ഞു, അത് എനിക്ക് ദുഃഖത്തിനിടയായി. അങ്ങനെ ഓരോരുത്തരെ ആശ്രയിച്ചിട്ടാ നമ്മളുടെ സുഖവും ദുഃഖവും ഒക്കെ നമ്മൾ കണക്കാക്കി വെച്ചിരിക്കണത്, അല്ലെ? അങ്ങനെയല്ല. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾക്ക് മറ്റൊരാളെയും ആശ്രയിക്കേണ്ട. ഒരേ ഒരു ആശ്രയേ വേണ്ടൂ. അതേതാ? ഭഗവാനിൽ മാത്രം ആശ്രയമുണ്ടായാൽ മതി. അപ്പൊ നമുക്കും സ്ഥിതപ്രജ്ഞനുള്ള ആവണം, സ്ഥിതപ്രജ്ഞനാവണം എന്നുള്ള ആഗ്രഹം വളരണം.
അതിനു വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ ഈ ലക്ഷണങ്ങളെ പറഞ്ഞു തരുന്നത്. ഇപ്പൊ ജീവിതത്തിന് ഒരു ചക്രം ഉണ്ടെന്നും ആ ചക്രം പൂർത്തീകരിക്കപ്പെട്ടാൽ മാത്രമേ ജീവൻ താൻ വന്നിടത്തേക്ക്, അതായത് പരമാത്മാവിലേക്ക് എത്തിയാൽ മാത്രമേ ജീവിതത്തിന് ശ്രേയസ് ഉണ്ടാവുള്ളൂ, അത് സാധിച്ചില്ലെങ്കിൽ അസന്തുഷ്ടിയാണ് കാര്യം ഉണ്ടാവുക എന്നൊക്കെ. അപ്പോ ഈ ജീവിത ചക്രത്തെ പൂർത്തിയാക്കുന്നതില് വിജയം വരിച്ചയാള് ആള് തന്നെയാണ് പരിപൂർണൻ, ആള് സ്ഥിതപ്രജ്ഞനും അദ്ദേഹം തന്നെയാണ്. അപ്പൊ സ്ഥിതപ്രജ്ഞനാവാൻ ഇനി എന്താ ചെയ്യണ്ടേ? ആത്മജ്ഞാനിക്ക് വിധിവിഹിതമായ ഒരു കർമ്മവും ചെയ്യേണ്ട ബാധ്യതയില്ല. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ മാത്രം ഏർപ്പെടാം. കൃഷ്ണാവബോധം എന്ന് വെച്ചാൽ നൈഷ്കർമ്മ്യമല്ല താനും. അപ്പൊ കൃഷ്ണ അവബോധം, നമ്മുടെ അവബോധം കൃഷ്ണനിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ കർമ്മം ചെയ്യുക, അതന്നെ കൃഷ്ണാവബോധം. ഇനി സ്ഥിതപ്രജ്ഞനാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ 19ാമത്തെ ശ്ലോകം പറയാണ്. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പൂരുഷ. അതുകൊണ്ട് കർമ്മ ഫലകാംക്ഷ കൂടാതെ കടമ എന്ന നിലയ്ക്ക് കർത്തവ്യം നിറവേറ്റുക. നിഷ്കാമ പ്രവർത്തനം ഭക്തനെ പരമപദത്തിൽ എത്തിക്കും. അനാസക്തനായിട്ട് നിരന്തരം കർമ്മം ചെയ്യണം. നമ്മള് ഒന്നിലും ആസക്തി ഇല്ലാതെ നമ്മുടെ കർമ്മം ചെയ്യുക, നിഷ്കാമ കർമ്മം പ്രവർത്തനം ചെയ്യുക. അതാണ് ഇവിടെ ഭഗവാൻ പറയണത്. ദൈനംദിന കർമ്മങ്ങള് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ സ്ഥിതപ്രജ്ഞത്തിലേക്ക് എത്താം എന്നിവിടെ പറയാണ്. കുരുക്ഷേത്രത്തിൽ കൃഷ്ണന്റെ താല്പര്യം അനുസരിച്ച പൊരുതാനാണ് അർജുനൻ നിയുക്തനായിട്ടുള്ളത്. അർജുനൻ യുദ്ധം ചെയ്യണമെന്ന് കൃഷ്ണൻ ആഗ്രഹിച്ചു. കൃഷ്ണാവബോധം നേടിയവർ ഭഗവാന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. ഫലത്തിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. 20ാമത്തെ ശ്ലോകം. ചെയ്യുന്ന കർമ്മങ്ങള് കുശലതയോടെ ചെയ്താൽ മാത്രം മതി, എല്ലാം ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നാണ് 20ാമത്തെ ശ്ലോകം പറയുന്നത്. കർമ്മണൈവ ഹി സംസിദ്ധിം ആസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനകൻ മുതലായ രാജാക്കന്മാർ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. പറയാണ്, മിഥിലയിലെ ജനക മഹാരാജാവ് മുതൽ രാജാക്കന്മാരൊക്കെ തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ചിട്ട് പരിപൂർണതയിൽ എത്തിച്ചേർന്നവരാണ്. അതുകൊണ്ട് സാമാന്യ ജനങ്ങളെ അനുകരിക്കണ ആൾക്കാരുണ്ടാവൂല്ലേ, അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നീ കർമ്മം ചെയ്യണം അർജുന എന്ന് ഭഗവാൻ പറയാണ്. മനസ്സിൽ നന്മയുള്ള ഒരു യോദ്ധാവാണ് അല്ലെ, സത്യധർമ്മങ്ങളുള്ള നന്മയുള്ള ആ യോദ്ധാവായിട്ടുള്ള അർജുനനെ രാജ്യത്തിന് ആവശ്യമാണ് ലോകസംഗ്രഹത്തിനായിട്ട്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോ വ്യാസമഹർഷി ഒരിക്കല് പറഞ്ഞു, ശുഗബ്രഹ്മർഷിക്ക് മകനായിട്ടുള്ള ശുഗബ്രഹ്മർഷിക്ക് ഗുരു ആകാനുള്ള യോഗ്യത ആരിൽ നിന്നാണ് കിട്ടേണ്ടത്? അദ്ദേഹത്തിന്റെ ഗുരുവായിട്ട് ജനക മഹാരാജാവിനെയാണ്. അദ്ദേഹം അവിടെ പോയിട്ടാണ് സ്ഥിതപ്രജ്ഞത്വം നേടിയത്. ആ രാജ്യത്തുള്ളവർക്ക് അദ്ദേഹത്തെ ആവശ്യമായിരുന്നു. അദ്ദേഹത്തിന് രാജ്യമോ മറ്റൊന്നും ആവശ്യമില്ല. ജനക മഹാരാജാവിന് സ്ഥിതപ്രജ്ഞനായിരുന്നു അദ്ദേഹം, ബ്രഹ്മനിഷ്ഠനായിരുന്നു. എന്നാലും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം രാജ്യം ഭരിച്ചതായിരുന്നു. ഹരേ കൃഷ്ണ. അപ്പോ ഒരു യോഗ വാസിഷ്ഠത്തിലെ ഒരു കഥയുണ്ട്. ആത്മീയ ചിന്തയിലിരിക്കുന്ന ഒരു രാജാവും രാജ്ഞിയും ഉണ്ടായിരുന്നു ഒരു രാജ്യത്ത്. ആ രാജ്യത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, അല്ലാതെ നമ്മൾക്ക് സാധ്യമല്ല, ഭഗവാനില് മുഴുവനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവില്ല എന്ന് രാജാവിന് തോന്നുകയാണ്. അപ്പോഴ് അദ്ദേഹം എന്ത് ചെയ്തു? ആരോടും പറയാതെ രാജാവ് രാജ്യം ഉപേക്ഷിക്കുകയാണ്. അപ്പൊ രാജ്ഞി എന്തു ചെയ്യും? ഭരണം ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ രാത്രികാലം ധ്യാനിച്ച് തന്റെ ആത്മസ്വരൂപം ഒക്കെ സിദ്ധികളൊക്കെ നേടി ഈ രാജ്ഞി. എന്നിട്ടോ ഇപ്പൊ രാജ്ഞിക്ക് പല സിദ്ധികളുണ്ട്, ആകാശത്ത് കൂടെ ഒക്കെ പറക്കാനൊക്കെ പറ്റും. ഈ രാജാവാണെങ്കിലോ, ഈ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് പോയ രാജാവ് എന്ത് ചെയ്തു? എവിടെയോ ഒരു ആശ്രമത്തിൽ ഉണ്ട് എന്ന് അറിഞ്ഞു. അപ്പൊ രാജാവിന്റെ സ്ഥിതി അറിയാനായിട്ട്
ഈ രാജ്ഞി ആകാശമാർഗം പോയി. അപ്പോഴോ ഈ ആശ്രമത്തില് ഈ രാജാവ് അസന്തുഷ്ടനായിട്ട് കണ്ടു. അങ്ങനെ ഈ രാജ്ഞി ഒരു യോഗിനിയുടെ വേഷത്തില് രാജാവിന്റെ അടുത്തെത്താണ്. അപ്പൊ ചോദിച്ചു, അങ്ങ് എന്താണ് അസ്വസ്ഥനായിരിക്കുന്നത് എന്ന്. അപ്പൊ പറഞ്ഞു, ഞാൻ രാജാവായിരുന്നു, അന്നുണ്ടായിരുന്നതിലും അസ്വസ്ഥതയാണ് എനിക്ക് ഇപ്പൊ മനസ്സിനുള്ളത് എന്ന്. അപ്പൊ രാജ്ഞി പറഞ്ഞു, അങ്ങ് മനസ്സുകൊണ്ട് രാജ്യം ഉപേക്ഷിച്ചില്ല അല്ലെ, ഭൗതികമായിട്ട് പുറമേ രാജ്യം ഉപേക്ഷിച്ചു എന്ന് മാത്രം. അപ്പോ ശരീരം കൊണ്ട് ഉപേക്ഷിച്ചാല് കാര്യമില്ല അല്ലെ, അതുകൊണ്ട് തിരിച്ചു വന്ന് രാജ്യഭാരം നിർവഹിക്കൂ, ഒപ്പം സാധനയും കൂടെ നടത്തുക. അങ്ങനെ രാജ്ഞി ഈ രാജാവിന്, ഞാനാണ് അങ്ങയുടെ രാജ്ഞി എന്ന് പറഞ്ഞ് അങ്ങനെ രാജാവിനെ തിരിച്ചു കൊണ്ടുവരാണ്. ആ ആശ്രമം കത്തിച്ചു കളഞ്ഞു, ഇനിയും തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ആ ഒരു ചിന്ത പോലും വേണ്ട. അങ്ങനെ രാജാവിന് മനസ്സിലായി ഈ ദിവ്യ ചൈതന്യം ലഭിച്ചിട്ടുണ്ട് രാജ്ഞിക്ക് സാധനയിലൂടെ എന്ന്. അപ്പോ നമ്മൾ പുറമെ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല അല്ലെ, മാനസികമായിട്ട് എല്ലാം ഉപേക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് തുനിയാവൂ. ഹരേ കൃഷ്ണ. ലോകസംഗ്രഹം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതാ ഇവിടെ പറയുന്നത് 21ാമത്തെ ശ്ലോകത്തില്. ഭഗവാൻ കൃഷ്ണനും നിത്യസുഹൃത്തായ അർജുനൻ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നീതിവാദങ്ങൾ കൊണ്ട് ഫലമില്ലാതെ വരുന്നിടത്ത് ഹിംസ ആവശ്യമാണെന്ന് സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് അവർ യുദ്ധം ചെയ്തത്. ലോകസംഗ്രഹം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? യദ്യഥാചരതി ശ്രേഷ്ഠ സ്തത്തദേവതരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. പറയാണ്, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഒരു സമാജ നേതാവൊക്കെ ചെയ്യണത് മറ്റുള്ളവർ കണ്ടിട്ട് അനുകരിക്കും അല്ലെ. അതാ പറയണേ, ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങള് അദ്ദേഹത്തെ അനുകരിക്കും അല്ലെ. മുമ്പേ നടന്നൊരു ഗോവ് തന്റെ പിമ്പേ നടക്കുന്നിതു ഗോക്കളെല്ലാം എന്ന് പറഞ്ഞ പോലെ മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ വേണം അദ്ദേഹം, ആ ലോക നേതാവ് എന്തു ചെയ്യണം? മറ്റുള്ളവർക്ക് മാതൃകയാവണം, അത്തരം പ്രവൃത്തികള് ചെയ്യണം അല്ലെ. അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകം ഒട്ടാകെ ആദരിക്കും. കൃഷ്ണൻ അതൊക്കെ മനുഷ്യ നാട്യത്തിൽ വന്നപ്പോഴ് അതൊക്കെ ചെയ്തു കാണിച്ചു അല്ലെ. ഭഗവാനെ അനുകരിക്കാൻ പക്ഷെ പറ്റില്ല, അനുസരിക്കാനേ പറ്റുള്ളൂ അല്ലെ. ഉപദേശിക്കാൻ തുനിയുന്നതിനു മുമ്പ് ഗുരു വേണ്ടും വിധമുള്ള പെരുമാറ്റം ശീലിച്ചിരിക്കണമെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവിനെ ആചാര്യൻ എന്ന്, ഉത്തമ ഗുരുവെന്ന് പറയാം. ലോകത്തിന്റെ സ്വഭാവം ആരാധനാപാത്രമായ ഒരാൾ ചെയ്യുന്നത് സാധാരണക്കാരും അനുകരിച്ചുകൊണ്ടിരിക്കും അല്ലെ. സ്ഥിതപ്രജ്ഞത്വം നേടിയ ആള് ഈ ലോകത്തിന് ഭാരമല്ല. ആശ്രയിക്കുന്നവർക്ക് വേദനയാക്കാതെ ലോകത്തിൽ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. താമരയിലയില് ജലം പറ്റില്ല അല്ലെ, കുതിർക്കില്ല. അതുപോലെ ഒന്നിനോടും ബന്ധമില്ലാതെ സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ലോക സ്വഭാവം ആണ് ഇവിടെ പറഞ്ഞത്. ശ്രേഷ്ഠര് ചെയ്യുന്നത് മറ്റുള്ളവര് അനുകരിക്കും, ആരാധനാപാത്രമായ ഒരാൾ ചെയ്യുന്നത് അനുകരിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇവിടെ വീരനായിട്ടുള്ള അർജുനനെ പോലെ ഒരാള് യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞാല് അത് മറ്റുള്ളവർക്കുള്ള തെറ്റായ സന്ദേശമായിട്ട് ഇരിക്കും അല്ലെ. അപ്പോ മറ്റു വീരന്മാര് കരുതും ഞാൻ യുദ്ധം ചെയ്യണോ പിന്മാറണോ എന്നുള്ളത്. അപ്പോ യുദ്ധം അനിവാര്യമാണ് അർജുനന്റെ കേസില്. ഈ ലോകത്ത് തന്നെ ഒന്നും നേടാനില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ. ഇപ്പോ സിദ്ധാർത്ഥ രാജകുമാരൻ ഒക്കെ നമുക്കറിയാം, വിരക്തി കൊണ്ട് ശ്രീബുദ്ധനായി, പൂർണ്ണ വിരക്തി അല്ലെ. അങ്ങനെ ഹരികൃഷ്ണ തന്നെ മാതൃകയാക്കി പറയാണ് ഭഗവാൻ. 22ാമത്തെ ശ്ലോകം. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവ ച കർമ്മണി. പറയാണ്, പാർത്ഥ, 3 ലോകങ്ങളിലും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഭഗവാന് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല അല്ലെ. ഭഗവാന് ഒന്നും ലഭിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളുടെയും പരിപൂർണതയിലുള്ള ആ ഭഗവാന് ഇനി എന്ത് വേണം? എനിക്ക് ഇല്ലാത്തതായോ ആവശ്യമായതായോ ആയി യാതൊന്നുമില്ല. എങ്കിലും ഞാൻ വിധിക്കപ്പെട്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
ഭഗവാൻ എല്ലാം ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ, നമുക്ക് മാതൃകയാവാനായിട്ട്. അതല്ലാതെ ഭഗവാൻ ഒന്നും നേടേണ്ടതായിട്ടല്ല ഉള്ളത്. വൈദിക ഗ്രന്ഥങ്ങളിലെ വിധി നിഷേധങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ എന്നിരിക്കലും വേദശാസനകളെ അതിലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും അദ്ദേഹം ചെയ്യാറില്ല. അപ്പൊ ഭഗവാൻ നമുക്ക് കാട്ടിത്തരാനായിട്ട് എല്ലാം മാതൃകാപരമായിട്ട് ചെയ്ത് കാണിച്ചു തന്നു. അപ്പൊ പറയുന്നത് എന്താണെങ്കിൽ, ഒരാളോട് പറയുമ്പോൾ നമ്മൾ അത് ആചരിച്ചിരിക്കണം. സ്ഥിതപ്രജ്ഞനാകാൻ പറയുന്നതിന് തനിക്ക് അർഹതയുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ ലോകത്ത് 3 ലോകങ്ങളിലും ഭഗവാൻ ഒന്നും നേടാനില്ല. എങ്കിലും ഭഗവാൻ കർമ്മനിരതനായിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ. ഇപ്പോ രാജപദവിക്ക് ചേരാത്ത തേരാളി, അർജുനന്റെ തേരാളിയാവുക എന്ന് അല്ലെ, സാഹചര്യം ആവശ്യപ്പെടുന്നത് ചെയ്യാൻ നമ്മളും ബാധ്യസ്ഥരാവണം എന്നാണ്. ഇപ്പൊ വൃന്ദാവനത്തിലെ ഗോപികളുടെ അടുത്ത് നിന്ന് ഗോകുലത്തിലേക്ക് പോകുമ്പോ അല്ലെ, ഗോപികമാരുടെ വിഷമത്തിലും നിസ്സംഗനായിരുന്നു ഭഗവാൻ. എന്ത് കർമ്മവും ചെയ്യാൻ തയ്യാറായിരുന്നു. കാലിമേക്കണോ അതിനും റെഡി, തേരാളിയാവണോ അതിനും റെഡിയാണ് അല്ലെ. കൃഷ്ണൻ പരമോന്നതനായിട്ടുള്ള പദവിയിലിരിക്കുന്ന ആ സർവജ്ഞത്വമുള്ള ആ ഭഗവാൻ ഏത് പ്രവൃത്തി ചെയ്യാനും തൽപരനായിരുന്നു. ഇവിടെ നമുക്ക് നിർത്താം അല്ലെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव वृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. ശ്ലോകം 12 അല്ലേ, ഒന്ന് പറയൂ. 12 ഒന്നും കൂടെ പറയണോ? ഇഷ്ടാൻ പോകാൻ. ഹരേ കൃഷ്ണ. സ്വധർമ്മമാണ് ദേവന്മാരെ പൂജിക്കല്. ഇനി അത് ചെയ്തില്ലെങ്കില് അവനൊരു മോഷ്ടാവാണ് എന്നാ പറയണത്. കള്ളന്മാർക്ക് ശിക്ഷ ഉണ്ടാവൂലേ, അതുപോലെ നമ്മള് തിരിച്ച് ഈ ദേവദത്തമായ പലതും സ്വീകരിച്ചുകൊണ്ട് വായു, വെള്ളം, സൂര്യപ്രകാശം ഇതൊക്കെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവൻ നിലനിർത്തി ജീവിച്ചു പോരുന്നത് അല്ലെ. അപ്പൊ തിരിച്ചും അവർക്ക് എന്തെങ്കിലും ചെയ്യാതെ ആ ധാന്യങ്ങളൊക്കെ, ഉൽപ്പാദിപ്പിക്കപ്പെട്ട ധാന്യങ്ങളൊക്കെ എടുത്ത് സ്വന്തമായിട്ട് വെച്ചുണ്ടാക്കി കഴിച്ചു അല്ലെ. ഭഗവാൻ ഒന്നും കൊടുക്കണില്ല. അങ്ങനെ വന്നാൽ നമ്മൾ കള്ളനാണ് എന്നാ പറയണേ. അപ്പൊ പ്രകൃതി നിയമം അനുസരിച്ചുള്ള ശിക്ഷ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാ പറയണത്. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത. അപ്പൊ നമ്മൾ പരസ്പരം യജ്ഞത്തിലൂടെ ദേവന്മാരെ നമ്മൾ പ്രീതിപ്പെടുത്തണം. ദേവന്മാര് നമുക്ക് ആവശ്യമുള്ള ഇതൊക്കെ നമുക്ക് നൽകും. അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് ആണ് അവിടെ നടക്കേണ്ടത്. അപ്പൊ ഒരാള് ദേവദത്തമായതൊക്കെ അവരിൽ നിന്ന് നമ്മൾ വാങ്ങി അനുഭവിക്കുക, തിരിച്ചൊന്നും അവർക്ക് കൃതജ്ഞതയോടെ നൽകണില്ല എന്ന് വന്നാല് നമ്മൾ കള്ളനാണ്. നമ്മളപ്പോ പ്രകൃതിയുടെ ശിക്ഷകൾ അനുഭവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നാണ് ആ ശ്ലോകം പറയുന്നത്. വ്യക്തായോ മാതാജി? വ്യക്തമായി മാതാജി. ഹരേ കൃഷ്ണ. വേറെന്തെങ്കിലും? പാപത്തെ ഭുജിക്കുന്നവർ ആരാണ്? ചോദ്യങ്ങൾ നോക്കണോ? ഒന്നാമത്തെ തൊട്ട് നോക്കിക്കോളൂ. ഒന്നാം അധ്യായത്തിൽ ഭഗവാൻ വിശദമായി പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാ പ്രതിപാദിക്കണത്? അതെ. സന്യാസം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്? മനസ്സിന്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കുക, കർമ്മം ചെയ്യണം. ശുദ്ധനായിട്ട് മനസ്സിന്റെ ശുദ്ധി വേണം സന്യാസം സ്വീകരിക്കാതെ. മനസ്സിന്റെ ശുദ്ധി തന്നെയാണ്. ശരിയല്ലേ? ശേഷം 4-ാമത്തെ ശ്ലോകത്തില് സന്യാസം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മം ചെയ്യുന്നോണ്ട് മാത്രം കർമ്മഫലത്തിൽ നിന്ന് മുക്തനാകുന്നില്ല.
സന്യാസം കൊണ്ട് ഒരാൾ പൂർണ്ണത നേടുന്നില്ല. യജ്ഞമെന്ന നില അനുഷ്ഠിക്കേണ്ടതാണ്. വിഷ്ണുപ്രീതിക്ക് വേണ്ടി അങ്ങനെയാണോ വരിക? ഏത് ചോദ്യമാണ് ചോദിക്കുന്നത്? മൂന്നാമത്തത് കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നാണ് ആ ഭഗവാൻ കർമ്മം യജ്ഞമായിട്ട് ചെയ്യണ്ടേ? യജ്ഞം ആയിട്ട് ചെയ്യാം. യജ്ഞാർത്ഥമായി ഭഗവാനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്. അതെ, എല്ലാ കർമ്മവും ഭഗവത് ആരാധന, യജ്ഞം ആ രൂപത്തില് ചെയ്യണം. യജ്ഞമായിട്ട് അനുഷ്ഠിക്കണം കർമ്മം. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, എല്ലാം ഫലകാംക്ഷ ഇല്ലാണ്ട്. പിന്നെ അടുത്തത് എന്താ? കലിയുഗത്തിൽ പറഞ്ഞ യജ്ഞം നമുക്കറിയാം, സങ്കീർത്തനം. നാമസങ്കീർത്തനം. അതെ അതെ. ആരെയാണ് ചോരൻ എന്ന് വിളിക്കുന്നത്? ദേവന്മാരുടെ അനുഗ്രഹങ്ങളെ തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ. അതെ, സ്വന്തം സുഖത്തിനായി അത് പാപത്തെ ഭുജിക്കുന്നവര്. സ്വയം ഭുജിക്കാൻ വേണ്ടിയിട്ട് ആഹാരത്തെ ഉണ്ടാക്കി കഴിക്കുന്നവര് പാപത്തെയാണ് ഭുജിക്കുന്നത്. മറ്റുള്ളവരെന്താ ചെയ്യാ? പാപം പോവാൻ എന്താ ചെയ്യണ്ടേ? പരിശുദ്ധമായി തയ്യാറാക്കി ഭഗവാന് സമർപ്പിക്കുക അല്ലെ? എന്നിട്ട് അത് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കുക. അപ്പൊ എല്ലാം ഭഗവാന് സമർപ്പിക്കുന്നവര്. അതെ, സമർപ്പിക്കണം. അല്ലാത്തവര് പാപത്തിനെയാണ് ഭുജിക്കണത്. സന്ത എന്ന് വിളിക്കുന്നത്. പാപത്തെ ഭുജിക്കുന്നവർ ആരാണ്? 12ാമത്തെ ചോദ്യം, അല്ല 6ാമത്തെ ചോദ്യം. അതല്ലേ ഇപ്പൊ പറഞ്ഞേ? ഭഗവാന് ചോരൻ ആരാണെന്നല്ലേ പറഞ്ഞു. 5 ക്വസ്റ്റ്യൻ. 5 ആരാണ് ചോരൻ എന്ന് വിളിക്കുന്നത്? 5ാമത്തെ കിട്ടിയില്ലേ? 5ാമത്തെ തിരിച്ചു കൊടുക്കുന്നവനാണ് ചോരന്മാർ. ഭഗവാന് സമർപ്പിക്കാതെ സ്വന്തം വസന്തമാതാജി 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയൂ. ദേവന്മാരുടെ അനുഗ്രഹങ്ങളെ തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവർ ചോരൻ. അതെ, ദേവന്മാരുടെ അനുഗ്രഹങ്ങളെ തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബിന്ദു മാതാജി പറയൂ. ബിന്ദു മേനോൻ. ഭഗവാന് പ്രസാദം നിവേദിച്ചിട്ട് അത് ഭുജിക്കാതെ സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കി ഭുജിക്കുന്നവൻ. സ്വയം ആസ്വദിക്കാൻ മാത്രം ഭക്ഷണം ഉണ്ടാക്കാതെ നമ്മൾ പ്രസാദമായിട്ട് സ്വീകരിക്കുക. നമ്മൾ സ്വയം ഭുജിക്കാൻ വേണ്ടി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കണം, നമ്മൾ പ്രസാദമായിട്ട് ദൈവത്തിന്. അല്ല, ഇവിടെ ചോദിച്ചത് പാപത്തെ ഭുജിക്കുന്നവരാരാന്നാ ചോദിച്ചേക്കണേ. ഭഗവാന് സമർപ്പിക്കാതെ സ്വയം ഭുജിക്കുന്നവൻ. അതെ, ഭഗവാന് സമർപ്പിക്കാതെ പാപത്തെ ഭുജിക്കുന്നവൻ. അതെ. സന്ത 7ാമത്തെ എന്താ ആൻസർ? ഭഗവത് ഭക്തന്മാരെ വിളിക്കുന്നു. അടിച്ച ഞാൻ മിണ്ടാഞ്ഞ് അത് പ്രാർത്ഥിച്ചായിരുന്നെങ്കിലും അടിച്ചു. പിന്നെ വസന്തമാതാജി പറയൂ. 7ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വസന്തമാതാജി. ഭഗവത് ഭക്തന്മാർ സന്ത എന്ന വാക്കിന്റെ ചോദിച്ചിരിക്കുന്നു. അതെ, സന്ത എന്ന് വിളിക്കുന്നത് ആരെയാണെന്നാണ് ചോദ്യം. ആര്യ? ബക്കറ്റ് ഉണ്ട് എനിക്ക് എങ്ങനെ കൊടുക്കുന്നത്? എനിക്ക് എത്തുമോ? ജൂലി മാതാജി. കൂടെ അതിൽ ഹരേ കൃഷ്ണ. അപ്പൊ സന്ത എന്നുള്ളതിന്റെ ഉത്തരം കിട്ടിയ ആർക്കെങ്കിലും? ഭഗവത് ഭക്തന്മാരെ അഥവാ കൃഷ്ണാവബോധവരെ വിളിക്കുന്നു. അതെ. ഇനി 8ാമത്തെ ഉത്തരം പറയൂ. വികർമ്മം എന്നാൽ എന്താണ്? അധികാരമില്ലാത്തതും പാപകരമാകുന്ന വേദോപനിഷ്ടമല്ലാത്ത കർമ്മം ആണ് വികർമ്മം. വേദവിഹിതമല്ലാത്ത കർമ്മം അതാണ് വികർമ്മം. പാപകരമായ കർമ്മം അധികാരമല്ലാത്തതാണ് അല്ലേ മാതാജി? പാപകരമായ കർമ്മം 8ാമത്തെയാണോ ചോദിക്കണേ? അതെ മാതാജി, അതെ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ 8ാമത്തെ.
ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്ന വേദോപനിഷ്ടമല്ലാത്തതും കർമ്മം വികർമ്മം. അധികാരമല്ലാത്തതും വേദവിഹിതമല്ലാത്തതുമായ കർമ്മം. ഇനി 9ാമത്തെ ആൻസർ ആരാ പറയാ? കൃഷ്ണാവബോധം ഉദിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? കൃഷ്ണാവബോധം ഉദിക്കുന്നതുകൊണ്ട് അനേക യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ അയാളുടെ ഹൃദയമാലിന്യം ഒഴിഞ്ഞു പോകുന്നു. ആ, കൃഷ്ണാവബോധം ഉദിച്ച ആൾക്ക് ഈ യജ്ഞങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമല്ല അല്ലേ? കൃഷ്ണാവബോധത്തിൽ വന്ന ആള് 100 കണക്കിന് യജ്ഞം ചെയ്ത തുല്യ ആയി കഴിഞ്ഞു. ആ, ഇനി അടുത്ത ചോദ്യം എല്ലാവരും നോട്ട് ചെയ്തില്ലേ? ശരി. ഇനി അടുത്ത ചോദ്യം പറയൂ. അടുത്ത ഭഗവാനും അർജുനനും കുരുക്ഷേത്ര യുദ്ധം ചെയ്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ടോ? സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനുമായി കർമ്മം അതാണോ? സ്വധർമ്മം. സ്വധർമ്മം ചെയ്യണം ഓരോരുത്തരും അല്ലേ? എന്നാലാണ് മറ്റുള്ളവർക്ക് അതൊരു മാതൃകയാവുക. ആദർശം കാണിക്കാനും ധർമ്മസ്ഥാപനത്തിനായി സാധാരണ ജനങ്ങൾ പിന്തുടരേണ്ട മാതൃക നൽകാൻ. അത് എത്രാമത്തെയാ? 10. 10ാമത്തെ തന്നെയാണ് തോന്നുന്നത്. പറയണേ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം കർമ്മം ചെയ്ത് കാണിക്കണം. സാമാന്യ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് യുദ്ധം ചെയ്തത്. സ്വധർമ്മം. യുദ്ധം വേണമെന്നില്ല, സ്വധർമ്മം ചെയ്യാം. അടുത്തത് ഏതാ? കൃഷ്ണാവബോധം ഉള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് വന്നിട്ടില്ല, അത് നാളെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാം എഴുതി. അതിൽ പെടാത്ത എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? മനസ്സിലാവുന്നുണ്ട്. ഹരേ കൃഷ്ണ. മാതാജി സന്ത എന്ന് വിളിക്കുന്നതിന് ചുരുക്കി ഒരു ഉത്തരവുണ്ടോ പറയാൻ? അത് അവിടെ സ്ലൈഡിൽ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നല്ലോ, നമുക്ക് നോക്കാം അല്ലെ. കൃഷ്ണാവബോധം ഉണർത്തുന്നതിനെ സന്ത എന്ന് വിളിക്കുന്നു. ആണോ? അങ്ങനെയാ? അതില് സ്ലൈഡിൽ ഒരു സെന്റൻസ് ഏതാ കണ്ടേ? നോക്കാം. മാതാജി പറയൂ. 13 നോക്കാം. ഭഗവത് ഭക്തരെ അഥവാ കൃഷ്ണാവബോധം ഉണർന്നവരെ സന്ത എന്ന് വിളിക്കുന്നു. അവിടെ ഒരു സെന്റൻസ് തന്നെ ഉണ്ട്, കണ്ടോ? അവിടെ നോക്കൂ. ഭഗവാൻ ഭക്തർ എന്ന് മതി. ഭഗവത് ഭക്തരെ അതല്ലെങ്കിൽ കൃഷ്ണാവബോധം ഉണർന്നവരെ ആണ് സന്ത എന്ന് വിളിക്കുന്നത്. സ്ലൈഡിലുള്ള സെന്റൻസ് തന്നെ എഴുതി വെച്ചോളൂ. മാതാജി, എനിക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. എന്ത് പറ്റി മാതാജി? ശ്രീലത മാതാജിക്ക് എന്താ അയച്ചു കൊടുക്കാത്തെ? ഞാൻ ഇന്നലെ മിനിങ്ങാന്ന് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ശ്രീലത മാതാജി ഗ്രൂപ്പ് 2ാമത്തെ ഗ്രൂപ്പില് ആയിരിക്കും ഇരിക്കുന്നതാ കിട്ടാത്തത്. ഇങ്ങോട്ട് മാറ്റിക്കോളൂ. എനിക്കൊന്ന് മെസ്സേജ് ഇടാം. മാതാജിയുടെ നമ്പർ ഒന്ന് പറയാൻ പറ്റുമോ? 95 എന്റെ നമ്പർ മാറ്റാത്തവരെല്ലാം നമ്പർ ഒന്ന് പറയണേ. എന്റെ നമ്പർ തരാം. 7510 ഒന്ന് കേട്ടില്ല മാതാജി. 75 75 10 699 245. 99 കേട്ടില്ല മാതാജി. ആദ്യം തൊട്ട് പറയാം. 75 10 699 245. എന്റെ നമ്പർ തരാം. ശ്രീലത മാതാജി പറയൂ.
ഇത് ഈ മാതാജിയുടെ പേരെന്താ ഇപ്പൊ നമ്പർ തന്നെ? പ്രേമലത. പ്രേമലത. ശ്രീലത മാതാജി പറഞ്ഞോളൂ നമ്പർ. 95 95 97 97 20 20 77 ആ 33. 33. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് വരാത്തതുണ്ടോ? എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? മാതാജി വസന്ത മാതാജിയുടെ നമ്പർ ഒരുക്കി തരുവോ? വസന്ത സാമ്പനാണോ? ആ അതെ അതെ. 89 89 431 431 332 332 88. താങ്ക് യു മാതാജി. താങ്ക് യു. വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ 4:30 എല്ലാവരും കാണുക കേട്ടോ. 4:30 സത്സംഗം അല്ലേ?